ഗർഭിണിയെ മുഖത്തടിച്ച സംഭവത്തിൽ അരൂർ SHO KG പ്രതാപചന്ദ്രനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മർദ്ദനത്തിന് കൂട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വരാൻ സാധ്യതയുണ്ട്. ഒരു പച്ച ഷോളിട്ട ഒരു വനിതാ കോൺസ്റ്റബിളും ഇവിടെ മുഖത്തടിച്ചു എന്ന് പരാതി ഉയർന്നിരുന്നു. അപ്പോൾ അവിടെ ആളുകളെല്ലാം തന്നെ ഈ തല്ലിന് പിൻബലം നൽകി എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കെതിരെയും നടപടിയെടുത്ത് മതിയാകും എന്ന അവസ്ഥയുണ്ട്. KG പ്രതാപചന്ദ്രനെതിരായ കേസ് പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഷൈമോളും കുടുംബവും. പല മീഡിയേറ്റർമാരും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഷൈമോളും ഭർത്താവും. ഇത് പിൻവലിക്കാൻ പോകുന്നില്ല എന്നുള്ള ഭീഷണി പറയുന്നു. വിഷ്ണു സുരേഷ് അപ്ഡേറ്റ് ചെയ്യും കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനുമില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഇന്നലെ തന്നെ ഷൈമോളും കുടുംബവും വ്യക്തമാക്കിയതാണ്. കോടതി വരെ അവർ എത്തിയിട്ടുണ്ട്. അതായത് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ളതാണ് ഷൈമോളിന്റെ ആവശ്യം. അതൊരു വലിയ ക്രൈമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഒപ്പം ഈ പ്രതാപചന്ദ്രനെതിരെ നിലവിൽ H. വെങ്കടേഷിന്റെ നിർദ്ദേശപ്രകാരം ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് ACP വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ, അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ, അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ഒപ്പം പ്രതാപചന്ദ്രൻ എന്താണ് പറയാനുള്ളതെന്നൊക്കെ കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു വലിയ നടപടിയിലേക്ക് പോകുക. നിലവിൽ സസ്പെൻഷൻ മാത്രമാണുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 3 തവണയാണ് ഇതേ ഉദ്യോഗസ്ഥനെതിരെ കൊച്ചിയിൽ നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയത്. 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലായി. അതൊന്ന് ഈ ഗർഭിണിയെ മർദ്ദിച്ച കേസാണ്. മറ്റൊന്ന് റെനീഷ് എന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. മറ്റൊന്ന് വേറൊരു യുവാവിനെ മർദ്ദിച്ച കേസ്, MDMA കാരനാണ് എന്ന് പറഞ്ഞ് മർദ്ദിച്ചൊരു കേസിലും ഇയാൾക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിലൊന്നും ഒരു നടപടിയും, ഒരു തവണ ബ്ലാക്ക് മാർക്ക്, ഒരു ആനുകൂല്യം പിടിച്ചു വെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയും പ്രതാപചന്ദ്രനെതിരെ എടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ഇത്ര സുഗമമായി ഈ ആളുകളെ മർദ്ദിക്കുന്നത് തുടർന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ട ആളുകളുമൊക്കെ ഉന്നയിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ ഇവർ വീണ്ടും ഈ ജനങ്ങളെ ആക്രമിക്കുന്ന, ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ ആക്രമിക്കുന്ന നടപടികൾ തുടരുമെന്നാണ് സേനയിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ശക്തമായ നടപടിയിലേക്ക് ഒരുപക്ഷെ ഈ വകുപ്പുതല അന്വേഷണത്തിന് ശേഷം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.